ഞങ്ങൾ 4 പേരും കൂടെ ഇവിടെ വന്ന് ഞങ്ങൾ നോക്കിയപ്പം ബെന്നിച്ചേട്ടനകത്ത് കയറി നോക്കുമ്പോൾ അകത്ത് കട്ടിലില്ല. പുള്ളി ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ നിലത്ത് കിടപ്പുണ്ട്. കാല് മാത്രമേ കാണത്തുള്ളൂ. മരിച്ചെന്നാണ്. വന്ന സമയത്ത് ഇങ്ങോട്ട് കയറാൻ മേല. ആനയായിരുന്നു. അന്ന് പടക്കം പൊട്ടിച്ചാണ് ഞങ്ങൾ ഈ വീട്ടിൽ കടന്നു വരാൻ പറ്റിയത്. പകൽ പോലും നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. 6 മണിയാകുമ്പോൾ ആന ഇക്കരെ കയറും. നമ്മളൊരാവശ്യത്തിന് വണ്ടി വിളിച്ചാൽ പോലും വരുവരാ. അത് നമ്മൾ നടന്ന് വേണം പോരാ. ഒരു വണ്ടിക്കാരും വരാം. രാവിലെ 5 മണിക്ക് വിളിച്ചാലും വരത്തില്ല. വൈകിട്ട് 6 മണി കഴിഞ്ഞ് ആരും വരിക. നമസ്കാരം. മരിച്ചുവെന്ന് കരുതി ഇൻക്വസ്റ്റ് തയ്യാറാക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. ഈ സംഭവം നടക്കുന്നത് മുണ്ടക്കയത്താണ്. മുണ്ടക്കയം തെക്കേമല കാനമല എന്ന സ്ഥലത്താണ് ഒറ്റയ്ക്ക് നബീസുമ എന്ന 74-കാരി താമസിച്ചിരുന്നത്. 2 ദിവസമായി അമ്മയെ കാണാതായതിനെ തുടർന്ന് സമീപവാസികളാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുന്നത്. എന്നാൽ പോലീസ് ഇവിടേക്ക് എത്തിച്ചേർന്നത് അതിസാഹസികമായാണ്. വഴിമുടക്കി നിന്ന കാട്ടാനകളെ തുരത്തിയാണ് പോലീസും നാട്ടുകാരും ജനപ്രതിനിധിയും ഇവിടേക്ക് എത്തിയത്. പിന്നീട് പെട്ടെന്നുള്ള ഇടപെടലിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചതിനാൽ നബീസുമ്മയ്ക്ക് പുതുജീവൻ നൽകിയിരിക്കുകയാണ്. ആ സംഭവത്തെ പറ്റി സമീപവാസിയായ ഇയോബ് നമ്മളോട് വിവരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം കടയ്ക്ക് പോകുമ്പോൾ അക്കയെ കാണാനില്ല. ഞങ്ങൾ 3-4 ദിവസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വരാൻ ഇപ്പം ഞങ്ങളിങ്ങനെ കടയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞപ്പം അപ്പുറത്തെ ചേട്ടൻ പറഞ്ഞു, ബെന്നിച്ചേട്ടൻ പറഞ്ഞു, അക്കയെ കാണാനില്ല, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കടയ്ക്ക് പോയിട്ട് വന്നപ്പം ഞങ്ങൾ 4 പേരും കൂടെ ഇവിടെ വന്ന് ഞങ്ങൾ നോക്കിയപ്പം ബെന്നിച്ചേട്ടനകത്ത് കയറി നോക്കുമ്പോൾ അകത്ത് കട്ടിലില്ല. പുള്ളി ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ നിലത്ത് കിടപ്പുണ്ട്. കാല് മാത്രമേ കാണത്തുള്ളൂ. മരിച്ചെന്നാണ് ഞങ്ങൾ ഓർത്തത്. പക്ഷേ ഞങ്ങൾ ഉടനെ ഇറങ്ങിയിട്ട് ബ്ലോക്ക് മെമ്പറെ വിളിച്ചു. ബ്ലോക്ക് മെമ്പർ പോലീസുമായിട്ട് ഇവിടെ കടന്നു വന്ന സമയത്ത് ഇങ്ങോട്ട് കയറാൻ മേല. ആനയായിരുന്നു. അന്ന് പടക്കം പൊട്ടിച്ചാണ് ഞങ്ങൾ ഈ വീട്ടിൽ കടന്നു വരാൻ പറ്റിയത്. അങ്ങനെയാണ് അക്കയെ ഇവിടുന്ന് പോലീസുകാരെടുത്തുകൊണ്ട് ആശുപത്രി പോകുന്നത്. നിങ്ങൾ വന്ന് നോക്കിയോണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടു. മരിച്ചതാണ് ഞങ്ങൾ വന്നതാണ്. മരിച്ചതെന്നാണ് ഞങ്ങൾ ഓർത്തത്. അന്ന് പോലീസുകാരുമായിട്ട് വന്നതാണ് നമുക്ക് അവരുടെ ജീവൻ രക്ഷിച്ചെന്ന് നമുക്കറിയാൻ പറ്റുന്നത്. ബാക്കി വിവരങ്ങളൊന്നും എനിക്കറിയാൻ പറ്റുന്നില്ല. ഞാനിവിടുന്ന് 200 മീറ്റർ അപ്പുറയാണ്, 250 മീറ്റർ അപ്പുറമാണ് ഞാൻ താമസിക്കുന്നത്. ശരിക്കും ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റില്ല. ആന വഴിമുടക്കി നിൽക്കുക. നമ്മൾ തെക്കേമല പോലെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ മൊത്തം വനമായിട്ടാണ് കിടക്കുന്നത്. ഇങ്ങോട്ട് കടന്നു വരാൻ പാടാം. ഏത് സമയം ആനയാണ്. പകൽ പോലും നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. 6 മണിയാകുമ്പോൾ ആന ഇക്കരെ കയറും തോട്ടത്തിൽ നിന്ന്. പക്ഷെ പലരും ഇങ്ങോട്ട് വരാൻ മടിക്കും. കാരണം ആനയായതുകൊണ്ട് നമ്മളൊരാവശ്യത്തിന് വണ്ടി വിളിച്ചാൽ പോലും വരുവരാ. അത് നമ്മൾ നടന്ന് വേണം പോരാ. ഒരു വണ്ടിക്കാരും വരാം. രാവിലെ 5 മണിക്ക് വിളിച്ചാലും വരത്തില്ല. വൈകിട്ട് 6 മണി കഴിഞ്ഞ് ആരും വരികയില്ല. അപ്പം ഈ നിങ്ങൾ പടക്കം പിടിച്ചോളാം. ഞങ്ങൾ പടക്കം പിടിച്ച് ആന ഇവിടുന്ന് ഓടിക്കുന്നത്. അന്ന് ഞങ്ങൾ പടക്കം പിടിച്ചാണ് ഓടിക്കുക. അന്ന് ഞങ്ങൾ 10-50 പേരോളം ഉണ്ട്. എല്ലാവരും വെട്ടോ അടിച്ച് പടക്കം പിടിച്ചിട്ടാണ് ഞങ്ങൾ ആ റോഡിൽ നിന്ന് ഇവിടെ വന്ന് അക്കയെ എടുത്തുകൊണ്ട് പോകുന്നത്. അതുപോലെ ഭീകരപ്പെട്ടൊരു ഏറിയാണിത്. ഈ സ്ഥലങ്ങളെപ്പറ്റി അറിയണം. ഇവിടെ വന്നെങ്കിൽ അധികാരികളൊക്കെ ഇവിടെ വന്ന് കണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. 8-10 ആനകളാണ് ഇങ്ങോട്ട് വരുന്നത് ഒരുമിച്ച്. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 സൈഡിലേക്ക് ചിതറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പടക്കം പിടിച്ചാലും ഇതുങ്ങൾ വരണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ ഇതുങ്ങൾ ഏത് രീതിയിലാണ് വരുന്നതെന്നും പോകുന്നതെന്നും. നമ്മൾ തന്നെ പേടിക്കും. നമ്മളെ ഓടിക്കും ചില സമയത്ത്. ഇവിടെ പോർഷേർ മിനിഞ്ഞാൽ കഴിഞ്ഞ സാധനം ഓടിക്കാൻ വന്നപ്പോൾ അവരെ ഓടിക്കും. അവരും ഒരു ജീവനെ പയന്നാ വന്നിട്ട് പോകുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ പേടിച്ചാ വന്നേ. അതുപോലെ പേടിയാണ്. പേടിക്കേണ്ടത് നിങ്ങൾ വന്ന വഴിക്ക് നിങ്ങൾക്കറിയാം അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെന്ന്. നമുക്ക് 4 സൈഡും നോക്കി വന്നെങ്കിലേ പറ്റത്തുള്ളൂ. വണ്ടി വന്നാൽ പോലും അറിയത്തില്ല നമുക്ക്. അതുപോലെ കാടാം. അങ്ങനെ ഒരു മേഖലയാണിത്. ഏതായാലും മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ നബീസുമ്മ ആരോഗ്യവതിയായി കഴിയുകയാണ്. സാഹസികമായി തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമൊക്കെ ഇവിടേക്ക് എത്തിയത്. TR&T എസ്റ്റേറ്റിനോട് ചേർന്നുള്ള സ്ഥലമാണ് ഈ കാനമല എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഇവിടെ ആനകൾ കൂട്ടത്തോടെ എത്തുകയാണ്. 27ഓളം ആനകൾ എത്തുന്നു. ജനങ്ങളുടെ അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കാർഷിക വിളകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ദുർഘടമായ ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ പോലീസ് ഇവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ അമ്മ ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞ് അവർ ജീവൻ വരെ നഷ്ടമായേനെ. ഏതായാലും പോലീസിൻ്റെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ഒക്കെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് ഈ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം ഒരു 7:30 പോലീസ് സ്റ്റേഷനിൽ കനമല ഭാഗത്ത് ഒരു സ്ത്രീ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്. അവർ മരിച്ചു കിടക്കുന്നതായിട്ട് അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാജി സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. സ്റ്റേഷനിലുണ്ടായിരുന്ന SA അജേഷും SA അജ്മൽ, ഷെരീഫ്, ആദർശ്, അൻസാരി തുടങ്ങിയവർ പോലീസ് ജീപ്പിൽ ഈ സ്ഥലത്ത് ചെന്നു. അത് രാത്രിയിൽ ആന ഇറങ്ങുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ആ സമയത്തോടെ ആന ഇറങ്ങിയിരിക്കുന്ന സമയമായിരുന്നു. അവർ വനപാലകരെ അറിയിച്ചു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ആന മാറിയില്ല. പിന്നെ നാട്ടുകാരുടെ സഹായത്തോടെ ഒരു പടക്കം എറിഞ്ഞ് ആനയെക്കുറിച്ചൊന്ന് മാറ്റിയ ശേഷം അവർ നടന്ന് മുകളിലേക്ക് കയറി.
വീട്ടിൽ ചെന്നപ്പോൾ ആ സ്ത്രീ കട്ടിലിനടിയിൽ കിടക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത്. ജയേഷിൻ്റെ നേതൃത്വത്തിൽ പരിശോധനയിൽ അവർക്ക് ജീവനുണ്ടെന്ന് സംശയം തോന്നി. പെട്ടെന്ന് തന്നെ അവരെ ചുമന്ന് താഴെ കൊണ്ടുവന്ന് പോലീസ് ജീപ്പിൽ പെട്ടെന്ന് തന്നെ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആ സമയത്ത് അവിടെ എത്തിച്ചുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. നിലവിൽ അവർ ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ട്. കൃത്യസമയത്ത് പോലീസിൻ്റെ ഇടപെടൽ കൊണ്ടാണ് അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ആനശല്യം ഉണ്ടായിരുന്നോ പോയ വഴിക്കല്ലേ? പോയ വഴിക്ക് ആനശല്യം ഉണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളിലും ഇവിടെ ആന ഇറങ്ങുന്ന ഒരു പ്രദേശമാണത്. രാത്രിയിലായിരുന്നു. ഫോറസ്റ്റിനെ വിളിച്ചപ്പോൾ അവർ അപ്പോൾ എത്തിയിരുന്നോ അതോ? ഫോറസ്റ്റുകാരെ അറിയിച്ചിരുന്നതിന് ശേഷം അവരെത്തി. ആ സമയമെങ്കിലും ആന രാത്രി ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ആനയുടെ ലൊക്കേഷൻ അറിയാൻ പറ്റില്ല. എങ്കിൽ പടക്കം എറിഞ്ഞ് കുറച്ചൊന്ന് മാറ്റിയ ശേഷമാണ് ഒരു മുകളിലേക്ക് കയറിയത്. സാറേ, മറ്റൊരു കാര്യം, ഇവർ താമസിക്കുന്ന കുറച്ച് ഒഴിഞ്ഞ പ്രദേശം, ആളൊഴിഞ്ഞ പ്രദേശമാണെന്ന് തോന്നുന്നു. അവിടെ വാഹനം കടന്നു ചെല്ലാൻ പറ്റാത്ത വഴിയാണ്. അത് ജീപ്പ് ഓഫ് റോഡാണ്. ജീപ്പ് അവർ വീടിൻ്റെ തൊട്ടടുത്ത് വരെ പോകില്ല. കുറച്ച് താഴെ എത്തിയിട്ട് നടന്ന് അവർ വീടിൻ്റെ അടുത്തേക്ക് പോകണം. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പിന്നെ പുള്ളിക്കാരിയുടെ മറ്റേ പുതപ്പിൽ ചുമന്നുകൊണ്ട് അതെ, മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കാൻ മറ്റു മാർഗ്ഗമില്ലായിരുന്നു. അപ്പം പുതപ്പ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ അവരെ താഴെ എത്തിക്കായിരുന്നു. ജീവൻ പോലും പണയം വെച്ചാണ് ഇവർ നബി സുമയെ ആശുപത്രിയിൽ എത്തിച്ചത്. മരിച്ചുവെന്ന് കരുതിയ നബി സുമയെ പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താനായതിൻ്റെ സന്തോഷത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി ഒഴുക്കട്ടയിലും പെരുവന്താനം പോലീസും നാട്ടുകാരുമെല്ലാം. ക്യാമറാമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, കോട്ടയം.